ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. നമ്മളിന്ന് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് വേറെ സ്ഥലത്ത് വേറെ പുതിയ വഴി കണ്ടെത്താൻ പോവാട്ടോ. അന്ന് പോയപ്പോൾ ഇതാ അത് കൂടെ ഒക്കെ കറങ്ങി തിരിഞ്ഞ് എങ്ങനെ ഞങ്ങൾ റോഡിലെത്തി. പിന്നെ അത് കൂടത്തേക്ക് പോയിട്ട് നല്ല കിടില സ്പോട്ട് പിടിച്ചിട്ട് നമ്മൾ അത് കൂടെ കറങ്ങാനുള്ള പുറപ്പെടാട്ടോ. കുറച്ച് എന്തെങ്കിലും മഴ അതിനെക്കാട്ട് പിന്നെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഏതെങ്കിലും റോഡ് നോക്കിയിട്ട് അത് കൂടെ ഇങ്ങനെ നടന്ന് പുതിയ വഴി കണ്ടെത്താനാണ് നമ്മൾ ഇന്നത്തെ പ്ലാന്. അപ്പോൾ നമുക്ക് ആ പ്ലെയിനിലേക്ക് പോവാ ഗൈസ്. ഗൂഗിൾ മാപ്പ് തുറന്ന് വേറെ ഏതോ റൂട്ടിൽ കൂടെ പോകുന്നുണ്ട്. ഇത് അടിപൊളി സ്ഥലം കേട്ടോ. ഫുള്ള് ചായക്കാട് വെച്ചാൽ കാപ്പിക്കാടല്ല, ചായനെ. റോഡെത്തി ഗൈസ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പോയാൽ വിംസിൻ്റെ റോഡ് അത് കൂടെ കറങ്ങി അടിച്ചിട്ട് വിംസിൻ്റെ റോഡ് പൈതീരെ പോവല്ലേ. വിംസിൻ്റെ റോഡ് അപ്പോൾ പൈതീരെ പോയിട്ട് അവിടെ നേരെ തിരിച്ചു വരിക. സെറ്റാക്കാം. ഗൂഗിൾ മാപ്പ് എടുക്കുക. ഈ മരം കാണുമ്പോട്ടല്ലോ മറ്റേ GTA 5 സാൻ ആൻഡ്രിയാസ് ഗെയിം കളിച്ചൊരു ഫീല്. അപ്പോൾ ആരുന്നിട്ട് ഇതൊക്കെ ആ മരം കണ്ടോ, ഞാൻ സൂം ചെയ്ത് വരച്ചോട്ടെ. ഇതൊന്ന് ഈ റോഡ് കിട്ടിയത് ഞങ്ങളന്ന് താഴെപ്പറ്റ പോയിട്ട് അപ്പം എൻ്റെ മൊബൈലിൽ ചാർജ് ഉണ്ടായിട്ടില്ല. അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഇങ്ങനെ നല്ലൊരു പുതിയ വഴി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നാ. അപ്പോൾ കിട്ടിയ വഴി അടിപൊളി സ്ഥലമാണ്. പൊള്ളുന്ന് വെയിൽ കുട എടുത്തറിയായിരുന്നു. നല്ല വെയിലുണ്ട്, പക്ഷേ കുറച്ച് കഴിഞ്ഞ് എന്തായാലും മഴ ചെയ്യും ഉറപ്പാണ്. ഇക്കോടെ കറങ്ങി അടിച്ചിട്ട് താഴെപ്പറ്റ അല്ലെങ്കിൽ വിംസിൻ്റെ ഭാഗത്ത് കൂടെ കറങ്ങി അടിച്ചിട്ട് പിന്നെയും തിരിച്ചു വരാം. ആണ് നമ്മളൊരു ഇത്. ഏത് സ്ഥലം ഞാൻ ഇവിടെ ഈ ഭാഗമൊക്കെ കാണിച്ചു കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഞാൻ കാണിച്ച മറ്റേ വെള്ളക്കുള്ള തോട് ഈ ഭാഗത്തല്ല കേട്ടോ. ഈ ഭാഗത്ത് ഈ മരത്തിൻ്റെ വീട്ടിൽ ഇതിൻ്റെ ഈ മേലേക്കുള്ള റോഡ് കയറണം. എന്നിട്ട് അവിടെ നിന്ന് അതിനെ കറങ്ങി പോകണം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും കറങ്ങി പോകണം കേട്ടോ. അത്യാവശ്യം വെയിലുണ്ട്, നല്ല കാറ്റുണ്ട് അല്ലേ. ഇത് നമ്മൾ വന്ന റോഡ് അവിടെ നിന്ന് ഇങ്ങനെ കയറി അങ്ങനെ ഞങ്ങളിപ്പോൾ വന്നത് ആ ഭാഗത്തുനിന്ന് ആ ഭാഗത്ത് ഇങ്ങനെ കറങ്ങി അടിച്ച് ആ റോട്ടിൽ കൂടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അടിച്ച് അത് കൂടെ കറങ്ങി അടിച്ച് അവിടെ നിന്ന് ഇങ്ങനെ വളച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വളച്ച് ഫുള്ള് ചുരം ഉണ്ടാക്കിയാൽ മതി. നൈസാവും. വെയിൽ അധികം ഫീൽ ആവണില്ല. എന്താ വെച്ചാൽ നല്ല തണുത്ത് കാറ്റ് വരുന്നതുകൊണ്ട് ഒരു കൊല്ലം പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പെരുമഴ പെയ്യുമ്പോൾ ഓടേണ്ടി വരും, അതാണ് ടാസ്ക്. ഇതാ നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. വിംസിൻ്റെ റോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് വിംസിൻ്റെ റോഡ്. ആ വണ്ടി കൊണ്ട് കണ്ടില്ലേ, അത് വിംസിൻ്റെ റോഡ്. ഈ മരത്തിൻ്റെ ചോട്ടിലെത്തി ഭയങ്കര തണുപ്പ്. അവിടെ ആ ഭാഗത്തായിട്ട് അമ്പലമുണ്ട്. ആ ഭാഗത്ത് ആ പോണ വഴി അമ്പലത്തേക്ക് നേരെ പോണ്. ഇത് വിംസിൻ്റെ റോഡ്. ഈ മരം അടിപൊളി. ഇത് എത്ര കൊല്ലം വഴക്കുണ്ടാവും എന്നറിയോ. അടിപൊളിയായിരിക്കും. ഇത് എന്ത് വലിയ മരം. വെയിലത്തൊക്കെ ഇതിൻ്റെ ചോട്ടിലൊന്ന് മറ്റേ ഇരിക്കണം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടെ ഒന്ന് ഇരിക്കരുത്. ഇപ്പോൾ വിംസ് റോഡ് പൈതീരെ നടന്നിട്ട് അവിടെ നേരെ തിരിക്കാൻ വീട്ടിട്ട്. കാരണം എന്താ വെച്ചാൽ മഴ ചെയ്യും, മാത്രമല്ല അത്യാവശ്യം വെയിലും ഉണ്ട്. ഇപ്പോൾ മരം അധികം സൈഡിൽ അധികം ഓവർ ഇല്ലാത്തതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഓവർ തണുപ്പില്ല, ചെറിയായിട്ട് ഇതുണ്ടോ അവിടെ തണലുണ്ട്. അങ്ങനെ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ അത്യാവശ്യം തണുപ്പുണ്ടാവും. റോട്ടിൽ കൂടെ അത്യാവശ്യം വെയിലും ഉണ്ടാവും. അതോടെ മിക്സ് ആയിരിക്കും. ഒന്നാമത് ജലദോഷമായിരിക്കും. മഴ കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് കൂടും. പേരക്കല്ലല്ലോ അത്.
ഞാൻ പേരക്കായിരിക്കുന്നു കേട്ടോ. ഇതെന്താ പൂ നല്ല മണമുണ്ടല്ലോ. വാടിയ എന്താ അതിൻ്റെ ഓൾഡ് മണമുണ്ട്, പണ്ടത്തെ പുതിയൊരു പൂവിൻ്റെ മണം വാടിയ എല്ലാം അതിലുണ്ട്. ഞാൻ പേരക്കേൻ്റെ എന്തെങ്കിലും ചെയ്യായിരിക്കുന്നു. പെട്ടെന്ന് ഇതിൻ്റെ ഏതാണ്ട് അപ്പോൾ അതേപോലെ ഉണ്ട്. ഇതുണ്ടോ പേരക്ക? ആ ഞാനും വിചാരിച്ച് പേരക്കായിരിക്കും. ഇതാണ് അതിൻ്റെ പൂവ്, വെള്ള പൂവ്. ഈ വളവ് ഇതെന്ത് ചോരോ? ഇവിടെ ഒരു വളവുണ്ടല്ലോ, ഇവിടെ വളവുണ്ട്. അതിൻ്റെ ബാക്കിലുണ്ട് വളവ്, ഫുള്ള് വളവ്. നേരെ പോയാൽ ഹോസ്പിറ്റലെത്തും. വിംസ് വലിയ ഹോസ്പിറ്റലാണ്. ആണ് വണ്ടി ഇങ്ങനെ പോകണേ. എനിക്കൊന്ന് വലുതോ ഉറങ്ങി വണ്ടി കയറി. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലെ ഡോക്ടറൊക്കെ വന്നിട്ട് തല്ലി ഓട്ടിക്കും. അവർ നട്ടമാരത്തത് സാധനം അവിടെ എത്തണ വർഷം നമ്മള് വീട് വാടകയ്ക്ക്. ചാർജർ തരാം. അടാ ഇതൊന്ന് വലിച്ചു നോക്കടാ. അടാ ഷോക്ക് അടിക്കൂല. ഞാനവിടെ നിന്ന് നേരെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് പൈതിക്ക് എത്തിയപ്പോൾ ഞാൻ അതിക്കൂടെ പോകേണ്ട വെച്ചിട്ട് ഞങ്ങൾ നേരെ അതിക്കൂടെ തിരിച്ച് അതിക്കൂടെ തന്നെ പോകാനുള്ള പുറപ്പാടിലാണ്. ഇതെന്താ എന്തൊക്കെ ടൈപ്പ് മരങ്ങൾ നാട്ടിൽ? മറ്റേ എന്താ നാവപ്പുണ്ണി കഴിക്കണ ഒരു മരുന്നുണ്ട്, പച്ച മരുന്ന. അതിൻ്റെ എന്തോ സ്മെല്ല് പോലെ ഉണ്ട്. അതിൻ്റെ ഇല എങ്ങനെയല്ല കേട്ടോ, ഇല വേറെ ടൈപ്പാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പേരക്കേൻ്റെ പോലത്തെ ഉള്ള പൂവിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇതിക്കൂടെ നടക്കുമ്പോൾ തന്നെ നല്ലതാണ്. ഇതാ പൂവ് ഇവിടെ നടക്കുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം മണമുണ്ട്. ഇത് മഴ വരുന്ന പോലെയൊക്കെ വേഗം വിട്ടാൽ മഴ വരുന്ന പിന്നെ വേഗം സ്ഥലം പിടിക്കുക. അതായിരിക്കും നല്ലത് അല്ലേ? ബി.എം.ഡബ്ല്യൂ ഏതോ വണ്ടിയില്ലേ അതാ ക്രിസ്ത്യാനി. പോയി നോക്കണോ? കുളിച്ചോന്നല്ല, നമ്മള് കുളിക്കൂല. അല്ല അതിന്റെ ഉള്ളിൽ കയറൂല. മഴ പെയ്യുന്നു ഗൈസ്, പെട്ട് ഗൈസ്. ഓ ഇനി അവിടെ നിന്ന് കറങ്ങി അങ്ങോട്ട് പോണം. പെട്ട് ഗൈസ്, മൊത്തം മഴ പെയ്തിട്ടുണ്ടല്ലോ. ഇനി ഓടിക്കോ വീട്ടിക്ക്, മൂക്കൊക്കെ ഒലിച്ചിട്ടുണ്ടല്ലോ, ഓടിക്കോ. മഴ പെയ്തിരിക്കുന്നു, നടത്താകെ മൂഞ്ചിരിക്കാണ് കായ്. അന്ന് നമ്മള് മഴ ഇതോ മഴ അതാ അവിടെ നിന്ന് വരുന്നേ. ഓരോന്നൊന്നര വരവാണ് കായ് വരുന്നത്. അല്ല ഓടിക്ക മോനെ. നല്ല മഴയുണ്ട് കേട്ടോ. അതാ അക്കരേന്ന് മഴ ചെരിഞ്ഞിട്ടൊക്കെ വരുന്നതാ, ഇങ്ങനെയൊക്കെ വരുന്നു. ഇങ്ങനെ അപ്പന്മാര് പാട്ടും വെച്ച് നടക്കുന്നു. അയ്യോ ഗൈസ്, മഴ വന്ന് ഗൈസ്. നമ്മളിപ്പോ നനഞ്ഞ് കൊയിൻ്റെ പോലെ. അവിടെ നിന്റെ നെഞ്ചും കൂടി കാണിച്ചു കൊടുക്ക്. ഇവന്റെ അടുത്ത ഭാഗത്ത് ഹൃദയ കട്ടുണ്ട്. അല്ല അയ്യോ ഭീകരനായിട്ട് ഇറങ്ങി. ഞാൻ ഷർട്ട് എടുത്തേക്ക് നാണാവുന്നു. ചൊപ്പനൊക്കെ അവന്റെ എല്ലും കാണിച്ച് അടക്കുന്നു. ഞാൻ മെല്ലെ ഷർട്ടിട്ട് തണുക്കുള്ളൂ. സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും എടുക്കല്ലേ ആൾക്കാരെ.
കണ്ടപ്പോ ചെപ്പനം കണ്ടേ മാറി ഫോണൊക്കെ നനികള് ഫോണ് പോക്കറ്റിൽ എടുത്ത് തീർത്താ ആ ഫോണ് നനിന്ന് ചുണ്ട നനഞ്ഞ് പിണ്ടിയായിട്ടതാ നേരെ ഇറക്കിറങ്ങി ഇനിയിപ്പോ ഇവിടുന്ന് വിജയന്തോ ആ കഴിവും നനഞ്ഞ് പിണ്ടിയായിട്ട് ജലദോഷം ഇപ്പം അതും ജലദോഷം ഇനിയും പോകും കറങ്ങി അടിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയാൽ ഞാൻ ഇപ്പോൾ ഡ്രസ്സൊക്കെ ആയിട്ട് ടൗണിൽ പോയതാട്ടോ പോയാൽ നല്ല ജലദോഷം ഉണ്ട് നല്ല തൊണ്ടയൊക്കെ ആകുമ്പോൾ ഉണ്ട് ജലദോഷം ഉണ്ടല്ലോ നിൽക്കണില്ല അങ്ങനെ ആയിരിക്കണം മഴയത്ത് കൂടെ ഞാൻ വിചാരിച്ചത് മഴ അത്ര വെയിലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല മഴ ഇടയ്ക്ക് പെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മഴ പെയ്ത് നല്ല മഴ പെയ്ത് മഴ തന്നെ വീട്ടിൽ പോകും അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുമല്ലോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നാളെ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം ടാറ്റാ ബൈ ബൈ സി